നമുക്ക് വയറ് കൂടി വയറ് ചാടി എന്ന് ചിലർ പറയും. നമുക്ക് തോന്നും വയറ് ഒരുപാട് ചാടി നിൽപ്പുണ്ട്, അതായത് വയറ് കുറയ്ക്കണം, ജിമ്മിൽ പോയി വെയിറ്റ് കുറയ്ക്കണം, നമ്മുടെ ഡയറ്റ് മാറ്റണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന വയറാണ്, കുടവയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുടവയറിനെ കഴിഞ്ഞും വലിയൊരു പ്രശ്നമുണ്ട്. കുടവയർ എന്ന് പറയുന്നത് ശരിക്കും സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയുടെ സ്കിന്നിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് സബ്ക്യൂട്ടേനിയസ്. അതിനെ കഴിഞ്ഞും വലിയ പ്രശ്നമുള്ളൊരു ഫാറ്റിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കത്തില്ല. വളരെ അപകടകാരിയാണ്. നമുക്ക് ക്യാൻസർ, ഡിമെൻഷ്യ, അതേപോലെ തന്നെ ഷുഗർ ലെവൽ കൂട്ടുക, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഒരു പ്രത്യേക ഒരു ഫാറ്റുണ്ട്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റല്ല, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസ്, എല്ലാ അവയവങ്ങളെയും കവർ ചെയ്തിട്ടാണ് ഈ കാണുന്നത് ഈ ഒരു ഫാറ്റ്. ഇതിന് പറയുന്നത് വിസറൽ ഫാറ്റ് എന്ന് പറയും. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും കവർ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഫാറ്റാണ് വിസറൽ ഫാറ്റ്. ഈ വിസറൽ ഫാറ്റ് കാരണമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ക്യാൻസർ, ഡിമെൻഷ്യ, സ്ട്രോക്ക്, പല കാരണങ്ങൾ വരും. ആർത്തീരോസ്ക്ലീറോസിസ്, നമ്മുടെ രക്തക്കുഴലുകളുടെ കട്ടി കുറഞ്ഞ് അതിനകത്ത് കൊഴുപ്പടിഞ്ഞ് ചേരും. ഇങ്ങനെ പല അവസ്ഥ ഇത് കാരണം ഉണ്ടാവും. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടുമാറാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം വിസറൽ ഫാറ്റ് തടി വെച്ചിരിക്കുന്ന ആൾക്ക് മാത്രമേ വിസറൽ ഫാറ്റ് ഉണ്ടാവുള്ളൂ, മെലിഞ്ഞിരിക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച തെറ്റിദ്ധാരണ എല്ലാവരും മുമ്പിലുണ്ട്. അല്ലാതെ വിചാരിച്ചാൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നവർക്ക്, തടി കൂടിയവർക്കേ വരത്തുള്ളൂ. പക്ഷേ തടി കൂടിയവർക്ക് കൂടുതലും സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ്. പക്ഷേ ഈ മെലിഞ്ഞ ആൾക്കാർക്കും വിസറൽ ഫാറ്റ് ഉണ്ടാവും. നമുക്കത് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ലിവറിനെയും ഹാർട്ടിനെയും എല്ലാം പൊതിഞ്ഞിട്ടുള്ള ഒരു ഫാറ്റാണ് വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ലെവൽസ് കൂടുതലായി നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്യും നമ്മുടെ ശരീരത്തിൽ. അതായത് ഈ ഓവറായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഈ ഫാറ്റ് കാരണം വിസറൽ ഫാറ്റിൻ്റെ എമൗണ്ട് കൂടി വരും. അപ്പോൾ ഇത് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നന്നായിട്ട് ഉറങ്ങുക. 7-8 മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങുക. രണ്ടാമത്തെ കാര്യം, നല്ലവണ്ണം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷന് വേണ്ടി നല്ല ആയിട്ടായിരിക്കും ബോഡി ഇരിക്കുക. ഈ ചൂടുള്ള സമയത്തൊക്കെ നല്ല ഡീഹൈഡ്രേഷൻ ആവും. അപ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ്, കാർഡിയോ, അങ്ങനെ മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് സ്ട്രെസ് മാനേജ്മെൻറ്റ്. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുക. നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രശ്നം വരാൻ കാരണമാവും. സ്ട്രെസ്സ് കുറയ്ക്കുക. അതേപോലെ തന്നെ കഴിക്കുന്ന ഫുഡിൽ ഡയറ്ററി ഫൈബർ അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കുക. കാർബിൻ ഇൻടേക്ക് കുറയ്ക്കുക. ചോറ് മുതലായ കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അളവ് കുറയ്ക്കുക. നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ലീൻ പ്രോട്ടീനുള്ള ലീൻ മീറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ചിക്കൻ പോലെയുള്ളത്, പോർക്ക്, അങ്ങനത്തെ ബീഫ്, അതെല്ലാം കുറച്ചും കൂടെ ഇതാണ് ഫാറ്റ്. ലീൻ പ്രോട്ടീൻ അല്ല, നമ്മൾ ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക. ലെഗ്യൂംസ്, ഈ പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കഴിക്കാൻ നോക്കുക. ഇതെല്ലാം കഴിക്കുന്നതിൻ്റെ വിസറൽ ഫാറ്റ് നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. കൂടുതലായിട്ടും വിസറൽ ഫാറ്റ് കണ്ടുവരുന്നത് മെയിൽസിലാണ്. അതിൽ പ്രഗ്നൻസി കഴിഞ്ഞ ഫീമെയിൽസിൽ ഇത് കൂടുതൽ കാണാറുണ്ട്. മെയിൽസിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കുറേ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസറൽ ഫാറ്റ് ഒരു പരിധിവരെ കുറച്ച് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകുന്നത് തടയാം. ഉദാഹരണം ക്യാൻസർ, അതേപോലെ തന്നെ മെയിനായിട്ട് പറഞ്ഞ നമ്മുടെ രക്തക്കുഴലുകളുണ്ടാകുന്ന പ്രശ്നം, നമ്മുടെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള കാരണം, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഇതൊക്കെ നമ്മളെക്കൊണ്ട് ശരിക്കും നോക്കി നമ്മുടെ ആരോഗ്യമാണ് വെൽത്ത്. ഈ വെൽത്ത് ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ശരീരം കൊണ്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. പൈസ മാറ്റത്തിലുണ്ടായിട്ട് കാര്യം നമ്മുടെ ആരോഗ്യം നമ്മൾ മുഖ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും പറയുന്നത്. വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും.